ഇന്ന് ഞാനൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും 2-3 ചുവന്നുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ സാമ്പാർ പൗഡറും 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് പുളി ചൂടുവെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് മാറ്റി വെക്കണം. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ പുളിയും കൂടി അവിടെ റെഡിയാക്കി വെക്കണം. ഞാനിപ്പം ഇതിൽ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയും തക്കാളിയും ക്യാരറ്റും കുറച്ച് വെണ്ടയ്ക്കായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ സാമ്പാർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മസാലകളും പുളിവെള്ളവും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം കൂടി ഇട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. കുക്കർ എന്നിട്ട് ഫ്ലെയിം പോകാനായിട്ട് മാറ്റി വെച്ചാൽ മതി. എയർ പോകാനായിട്ട് കുക്കർ മാറ്റി വയ്ക്കുക. മസാല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇതേ പരിപ്പൊക്കെ നന്നായി വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മസാലയും ഇടാം. ഞാൻ വെണ്ടയ്ക്കയും തക്കാളി ഇതിനൊപ്പം ഇടുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിലിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക ചിലപ്പം അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് വെണ്ടയ്ക്കേൻ്റെ അകത്ത് യൂസ് ചെയ്യാത്ത തക്കാളിയും സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇടുന്നത്. ഇനി പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് പുളിവെള്ളം ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിച്ചില്ല. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയപ്പോഴത്തേന് പുളിയുടെ കുറവുണ്ടായിരുന്നു. ചൂടുവെള്ളമാണ് പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചൂടുവെള്ളം ഉപയോഗിച്ചു. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കുറച്ചിട്ട് കൊടുത്തു. ബാക്കി മിച്ചം വരുന്ന പുളിവെള്ളവും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആ പുളി ഞാൻ ഫുള്ള് ആ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടേ. ഇനി കുക്കർ അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിലടിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുവാണേ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിരുന്നിട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ടി വരുന്ന സമയത്തേക്ക് വെണ്ടയ്ക്ക ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാമേ.
വെണ്ടയ്ക്കയും തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു തിള വരുന്നതിന് ശേഷം അത് ഓഫ് ചെയ്ത് കൊടുക്കുവേ. ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ടാൽ മതി. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ചുവന്നുള്ളിയും വറ്റൽമുളകും ഇട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഞാനത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സാമ്പാർ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.